നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സിനോട് നിങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റി ചോദിച്ചാലോ? ഹായ് ഡിയേഴ്സ്, ടാരോട്ട് ജേണി വിത്ത് പ്രതീത എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു ഗൈഡൻസ്, ഒരു ക്ലാരിറ്റി അത് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന ആളുകളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷന് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഗൈഡൻസ് എന്നിലൂടെ അവർക്ക് നൽകിയാലും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഇറ്റ്സ് ഗോയിങ് ടു ബി ഗ്രേറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ വിചാരിക്കുന്നു അത് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല, പലപ്പോഴും നിങ്ങളുടെ മനഃശക്തി പോലും കൈവിട്ടു പോകുന്നു എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് നിങ്ങളെ നിങ്ങളുടെ പർപ്പസിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്ന മെസ്സേജ്. അപ്പോൾ കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് വെറുതെ നനച്ചെടുക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. വെറുതെ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടി സിറ്റുവേഷനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇരിക്കുക എന്നൊരു മെസ്സേജാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കാരണം ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ എവിടെ ചെന്നെത്തും, നിങ്ങളാകെ പെട്ടുകിടക്കാണ്, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും നിങ്ങൾ ഈ ഒരു പാതയിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതേ സംഭവിക്കൂ. നിങ്ങൾ വിചാരിക്കുന്നതിലും ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് നല്ലതേ കൊണ്ടുവന്ന് നൽകുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്ന മെസ്സേജ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഡിയേഴ്സ്.